വിൽക്കാൻ പറ്റും. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എനിക്ക് വിൽക്കാൻ പറ്റും ഈസി ആയിട്ട്. അത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയും. വാല്യൂ എപ്പോഴും പ്രൈസിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഞാൻ ഈ എക്സാമ്പിൾ നേരത്തെ നമ്മളെ ക്ലബ്ബിൽ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫോണ് നിങ്ങളെടുത്ത് വിൽക്കാൻ നോക്കും. എനിക്ക് ഉറപ്പ് പറയാം നിങ്ങൾ എല്ലാവരും എൻ്റെ ഇത് വാങ്ങിക്കുന്നത്, നിങ്ങൾ എനിക്ക് കാശും തരും. എങ്ങനെ ഞാൻ ഉറപ്പ് പറയുന്നത്? എനിക്കിത് വിൽക്കാൻ പറ്റും. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എനിക്ക് വിൽക്കാൻ പറ്റും ഈസി ആയിട്ട്. അത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയും. ഇന്ത്യൻ വാല്യൂ ഉണ്ട്. ഇത് ഐഫോൺ അല്ലേ, അപ്പം വാല്യൂ ഞാൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ. ഞാനിത് എങ്ങനെ വന്നാലും വിറ്റിരിക്കും 100% ഉറപ്പായിട്ട് പറയാം. ഇത് 14 Pro Max 1400 1500 പോണ്ടാ. ഞാൻ 100 പൗണ്ട് വിറ്റാ വാങ്ങിക്കും. ഫുൾ ബോക്സും എല്ലാം ഉണ്ട്. എന്താ ഒന്ന് വാങ്ങിക്കുമായിരിക്കോ? എന്തായാലും വാങ്ങിക്കത്തില്ലേ? 100 പൗണ്ടിന് വാങ്ങിച്ചാ. കാരണം എന്താ വാങ്ങിച്ചത്? നിങ്ങൾ മറിച്ച് വിറ്റാൽ 1000 പൗണ്ടിന് വാങ്ങിക്കാതിരുന്ന മണ്ടന്മാരായിപ്പോ, അത്രേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചിരിക്കും. അപ്പൊ വാല്യൂ കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് കുറഞ്ഞ പ്രൈസിന് സെല്ല് ചെയ്യുന്നോണ്ടല്ലേ വാങ്ങിക്കുന്നത്. സെയിം തിങ് നിങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ആ പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്നത് നിങ്ങളാ. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാ. വാല്യൂ കൂട്ടുക, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ വന്നാലും ആൾക്കാർ വാങ്ങിച്ചിരിക്കും. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മളെ തന്നെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രൈസ് ഇട്ടാലും നമ്മളെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആക്ച്വലി എന്താണോ ആ റിയൽ പ്രൈസിന് വിൽക്കല്ലേ, കുറച്ച് വിൽക്കുക.